ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വിശേഷം എന്തൊക്കെ സുഖമല്ലേ? അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വലിയ പെരുന്നാളല്ലേ വരുന്നത്. അപ്പോൾ ഇത്ര ദിവസം നൈറ്റായിരുന്നു. അപ്പോൾ ഇന്ന് ലീവാണ്. അപ്പോൾ വീട് ഫുള്ള് എല്ലാ സൈഡും ഫുള്ള് വൃത്തിയാക്കാണ്, ക്ലീൻ ചെയ്യാണ്. അപ്പം അതിൻ്റെ അടിയിൽ വാഷിംഗ് മെഷീൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണത് എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ? 2 സാധനങ്ങൾ മതി. ഒരു ഒഴിവാക്കിയ ബ്രഷും പിന്നെ സ്ക്രൂ ഡ്രൈവറും. അത് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 3 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വാഷിംഗ് മെഷീൻ വൃത്തിയാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇനി അത് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യണത് നോക്കാം. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉള്ളിലിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാഷിംഗ് മെഷീന് വേസ്റ്റ് വെള്ളമൊക്കെ പോകണമെങ്കിൽ നല്ല സുഖത്തിൽ കഴുകാനും പിന്നെ വേസ്റ്റ് വെള്ളം പോകാനൊക്കെ പുറത്തേക്ക് വാഷിംഗ് മെഷീൻ എടുത്തിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. വാഷിംഗ് മെഷീനൊക്കെ പൊടിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ ആ വട്ടത്തിലുള്ള സാധനം ഇങ്ങനെ അയക്കാൻ നോക്കാം. അപ്പോൾ അതേപോലത്തെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഇതൊന്നിങ്ങനെ പൊന്തിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ക്രൂ ഉണ്ട്. അതിങ്ങനെ അയച്ചു മാറ്റണം. ഇപ്പോൾ ഞാൻ തിരുമ്പിയ കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണൂല. ഞാൻ അയച്ച് മാറ്റിയതിൻ്റെ ശേഷം ആ സ്ക്രൂ കാണിച്ചു തരാം. അപ്പോൾ അതാണ് ആ സ്ക്രൂ. ഇനി ഈ ഒരു വട്ടത്തിലുള്ള സാധനം ഒന്ന് പൊന്തിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ എത്ര അഴുക്കുണ്ട് എന്നുണ്ട്. കണ്ടോ? ഇത് ഞാൻ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് പിന്നെ നനച്ചുള്ളിക്ക് ക്ലീൻ ചെയ്തതാണ്. അപ്പം എത്ര അഴുക്കുണ്ട്. അപ്പം ഇനി ഇതെങ്ങനെ നമുക്ക് വൃത്തിയാക്കാൻ നോക്കാം. അപ്പം ഇതിൻ്റെ മുകളിലത്തെ ആ ടോപ്പുമ്മ കണ്ടില്ലേ ചളി, ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നമുക്ക് ഇതിലാണ് ഞാൻ ബ്രഷ് വേണം പറഞ്ഞതല്ലേ. ഉള്ളു ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇതിൻ്റെ സൈഡിൽ ഇത് അങ്ങനത്തെ ഒരു ടോപ്പ് ഉണ്ട്. ഈ ടോപ്പ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതും അയച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലത്തെ അഴുക്ക് കണ്ടു. ഇനി അതും നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കാണ് വരുന്നത്. ഇനി അതിൻ്റെ ചെറിയ ആ ടോപ്പില്ലേ അതും കൂടി ക്ലീൻ ആക്കിയത് അതിമൊക്കെ ഫിറ്റാക്കി കൊടുക്കും. അപ്പോൾ അതാ അതും ക്ലീനാക്കി കഴിഞ്ഞു. ഇതതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റാക്കി കൊടുക്കും. ഞാൻ പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫിറ്റായിരിക്കും. കണ്ടോ അതിൻ്റെ ഉള്ളിൽ അത്ര കച്ചറയൊന്നുമില്ല. എന്നാലും ഇതും കൂടി ക്ലീനാക്കിയിട്ട് നമുക്ക് ഫിറ്റാക്കി കൊടുക്കാം. പിന്നെ അതാ അതും വൃത്തിയാക്കി കഴിഞ്ഞു. അതിൻ്റെ ഉള്ളും വൃത്തിയാക്കി. ഇനി ഈ ടോപ്പ് അതിമക്ക് ഇട്ടെടുത്തിട്ട് വൃത്തിയാക്കി കൊടുക്കാം. ടോപ്പ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫിറ്റാക്കിയിട്ട് സ്ക്രൂ ഡ്രൈവറല്ല സ്ക്രൂ ഇത് അതേപോലെ ഇങ്ങനെ നല്ല രീതിയിൽ ഫിറ്റാക്കി കൊടുക്കുക. ഈ ഒരു ചെറിയ ടോപ്പും
ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടെടുക്കുക. അപ്പോൾ ആ ചെറിയ ടോപ്പ് ഇട്ടുകൊടുത്ത് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിത് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.